ഇന്നത്തെ കാലത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ബാങ്ക്, ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങൾക്കും അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബാങ്കിംഗ് മേഖലയിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളെ ഒരു തവണ കൂടി ലയിപ്പിക്കാൻ പോവുകയാണ്. ഇതിലൂടെ PSU ബാങ്കുകൾ 12-ൽ നിന്നും 8-9 എണ്ണമായി മാറും. എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത്? ഈ മാറ്റം എങ്ങനെയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെയും IFSC കോഡിനെയും ബ്രാഞ്ചിനെയും ലോൺസിനെയും ഒക്കെ ബാധിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയി ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അക്ഷര. ഈ വീഡിയോ ജനറൽ ഇൻഫർമേഷന് വേണ്ടിയും പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയും മാത്രമുള്ളതാണ്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ പൊതുവായ വിവരങ്ങൾ മാത്രമാണ്. ഇത് സാമ്പത്തിക ഉപദേശമല്ല. എല്ലാ വിവരങ്ങളും സർക്കാർ പ്രസ്താവനകളും വിശ്വസനീയമായ വാർത്താ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ബാങ്കുകൾ മെർജ് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ലോകോത്തര നിലവാരത്തിലുള്ള ബാങ്കുകൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. ധനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ബിഗ് ബാങ്ക്. 2025 റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ തന്നെ HDFC ബാങ്ക് ലോകത്തിലെ ടോപ്പ് 10 ബാങ്കുകളിൽ റവന്യൂയുടെ അടിസ്ഥാനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളും അതേ നിലവാരത്തിലെത്തണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 23 ബാങ്കുകൾ ഓൾറെഡി മെർജ് ചെയ്ത് 12 ആക്കി കുറച്ചിട്ടുണ്ട്. ഈ 12 ബാങ്കുകൾ വീണ്ടും മെർജിങ്ങിലൂടെ 8-9 ആക്കി കുറയ്ക്കാനാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ റിസർവ് ബാങ്കും ഗവൺമെന്റുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെർജിങ്ങിലൂടെ ഇന്ത്യയിലെ ബാങ്കുകളെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാനും ഗ്ലോബലിയുള്ള ബാങ്കുകളുമായിട്ട് ഇന്ത്യയിലെ ബാങ്കുകൾ കിടപിടിക്കുന്ന രീതിയിൽ അതിന്റെ നിലവാരം ഉയർത്തുക എന്നതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കും എന്നതാണ് ഗവൺമെന്റിന്റെ പ്രതീക്ഷ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു മെർജിങ്ങിലൂടെ നിങ്ങളുടെ ബാങ്കിന് സർവൈവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. കറന്റ്ലി 12 PSU ബാങ്കുകൾ ചേർന്ന് ഇന്ത്യയുടെ ബാങ്കിംഗ് സെക്ടറിന്റെ 55% കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഹ്യൂജ്. ഏതൊക്കെ ബാങ്കുകൾ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുമെന്നും ഏതൊക്കെ ബാങ്കുകൾ മെർജ് ആവുമെന്നുള്ള ഒരു ഒഫീഷ്യൽ ലിസ്റ്റ് ഇതുവരെ ഗവൺമെന്റ് പുറപ്പെടുവിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് റിപ്പോർട്ട്സ് പ്രകാരം ഈ 5 ബാങ്കുകൾക്കാണ് സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ SBI, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ഇതിൽ SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും 26% ഇന്ത്യയുടെ ബാങ്കിംഗ് സെക്ടർ ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നതും. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തുടങ്ങിയ ബാങ്കുകളും ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. നല്ല ബാലൻസ് ഷീറ്റും ഉണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ബഡ്ജറ്റിന് മുന്നേ ആയിട്ട് തന്നെ ഈ ബാങ്കുകളൊക്കെ മെർജ് ചെയ്യിപ്പിക്കാനാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. വിച്ച് മീൻസ് തിങ്സ് മേ മൂവ് ഫാസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് ഒരു ഗുഡ് ന്യൂസ് ആവുന്നത് എന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ മെഗാ മെർജേഴ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. Stronger balance sheets and better asset quality. Bigger banks is equal to ability to give larger loans. അതായത് ബാങ്കുകളുടെ സ്കെയിൽ കൂടുന്നതിനനുസരിച്ച് വലിയ ലോൺ അമൗണ്ട്സ് കൊടുക്കാനും അവർക്ക് സാധ്യമാകും. RBI has fewer banks to supervise. RBIക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ബാങ്കുകളുടെ എണ്ണം കുറഞ്ഞു വരും. കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് ലഭിക്കാനും ടെക്നിക്കലി കൂടുതൽ ഇംപ്രൂവ് ആവാനും സാധിക്കും. ഡെപ്പോസിറ്റ് ഗ്രോത്ത് റിമെയിൻ സ്ട്രോങ്. ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരുന്നതിലൂടെ കൂടുതൽ ഡെപ്പോസിറ്റുകളും വരും. ബാങ്കുകൾ സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് അവർ കൂടുതൽ ബെറ്റർ ആപ്പിന്റെ പെർഫോമൻസിനും നാഷണൽ വൈഡ് ATMs സ്ഥാപിക്കുന്നതിനും ബെറ്റർ കസ്റ്റമർ സർവീസിന് വേണ്ടിയും ഫാസ്റ്റർ ഡിജിറ്റൽ ബാങ്കിങ്ങിനും എല്ലാത്തിനും ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യയുടെ ബാങ്കിംഗ് സെക്ടറിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ മെർജേഴ്സ് കൊണ്ടുവരുന്നത്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പോൾ ഗവൺമെന്റ് ബാങ്കിലുള്ളത് 20% ആണ്. അതിന്റെ ലിമിറ്റ് 49% ആക്കി കൂട്ടാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ന്യൂ ഗ്ലോബൽ ടെക്നോളജി, ഇന്റർനാഷണൽ ബാങ്കിംഗ് ശീലങ്ങൾ, ഇന്ത്യൻ ബാങ്ക്സിലേക്ക് കൂടുതൽ ക്യാപിറ്റൽ, ഇതൊക്കെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനെ കൊണ്ടുവരിക എന്നതാണ് അടുത്ത കാര്യം. ഇത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. ഇതിലൂടെ പ്രൊഫഷണൽ മാനേജ്മെന്റും മോഡേൺ തിങ്കിങ്ങും ഗവൺമെന്റ് ബാങ്കുകളിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള വലിയ ബാങ്കുകളുടെ പ്രവർത്തനത്തിനായി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഒരു മെർജിംഗ് നടക്കുന്നത് എന്നതാണ്. ചെറിയ ബാങ്കുകളെ വലിയ ബാങ്കുകളുമായി ലയിപ്പിക്കുക എന്നതാണ്. ബാങ്കുകൾ മെർജ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് അവിചാരിതമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം.
പോളിസി ബസാറിൽ മന്ത്ലി 400 രൂപ മുതൽ 500 രൂപ വരെ ടേം ഇൻഷുറൻസിന് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നു. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ട്ണർമാർ പോളിസി ബസാറിലുണ്ട്. കൂടാതെ 15% ഡിസ്കൗണ്ടും ലഭിക്കുന്നു. കോടികളുടെ കവറേജും ലഭ്യമാണ്. ടേം ഇൻഷുറൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസും. പോളിസി ബസാറിൽ 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 25% വരെ ഡിസ്കൗണ്ടും ഇതിൽ ലഭിക്കുന്നു. കൂടാതെ കോടികളുടെ കവറേജും ലഭ്യമാണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട് ലഭിക്കുന്നു. 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ ഹെൽത്ത് ഇൻഷുറൻസും പോളിസി ബസാറിലുണ്ട്. കൂടാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായം അവൈലബിൾ ആണ്. പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് അവൈലബിൾ ആണ്. യു ക്യാൻ ബൈ ഫ്രം ദെയർ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് വീഡിയോയുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ്. നിങ്ങളുടെ ബാങ്ക് മെർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് RBI ആൻഡ് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. എന്നാൽ ചില പ്രാക്ടിക്കൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ IFSC കോഡ് മാറും, ബ്രാഞ്ച് മറ്റൊരു ബാങ്കിനൊപ്പം മെർജ് ആയേക്കാം. ഓൾസോ പുതിയ അക്കൗണ്ട് നമ്പർ, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് ഇതെല്ലാം മാറിയേക്കാം. ലോക്കർ ഓൾസോ മറ്റൊരു ബാങ്കിലേക്ക് മാറും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ബാങ്ക് മുന്നേ തന്നെ അറിയിക്കും. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്ക് ചെറിയ ബാങ്കുകൾ വേണോ അതോ വലുതും ശക്തവുമായ ബാങ്കുകൾ വേണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ കാര്യം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswallah, be the boss.